Class 5, Chapter 4, Satyajit. If you want more videos, please write which chapter name and first line of the lesson. Lesson തുടങ്ങാം. सच्चीजीत. एक गांव में जालिम सिंह नाम का एक किसान रहता था. ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജാലിം സിംഗ് പറഞ്ഞ ഒരു ഫാർമർ ഉണ്ടായിരുന്നു. अपने नाम के अनुरूप ही वह अभिमानी और दुष्ट प्रकृति का था. ജാലിം പറഞ്ഞാൽ ദുഷ്ടനാണ് ആക്ച്വലി മീനിങ്. അപ്പോൾ പേരിനൊത്ത സ്വഭാവം പോലെ തന്നെ അനുരൂപ് പറഞ്ഞാൽ അതിന് പ്രകാരം പേരിനൊത്ത സ്വഭാവം പേരിന് പ്രകാരം തന്നെ അയാൾ ഭയങ്കര അഭിമാനി അഹങ്കാരിയും ദുഷ്ട പ്രകൃതി കാഥ പറഞ്ഞ ബാഡ് ബിഹേവിയർ ആയിരുന്നു. वह गांव के लोगों से सीधे मुँह बात तक ना करता था और ना ही बड़े बूढ़ों का सम्मान करता था. അയാൾ നാട്ടിലുള്ള ആരുടെ അടുത്തും സീതേ മുँह बात तक ना करता പറഞ്ഞാൽ ശരിക്കും ആരുടെ അടുത്തും സംസാരിക്കില്ലായിരുന്നു. നാ ഹി ബഡേ ബൂഡോ ഓൾഡ് പീപ്പിൾ ആയാലും എത്ര അയാളെക്കാളും മൂത്ത ആളായാലും അവരെ ഒന്നും അയാൾ റെസ്പെക്റ്റ് ചെയ്യില്ലായിരുന്നു. गांव के लोग उसे दुष्ट और अहंकारी समझते थे. നാട്ടിലുള്ളവർ അയാളെ ദുഷ്ടനും അഹങ്കാരിയായിട്ടായിരുന്നു കരുതിയിരുന്നത്. निकीराम नाम का एक किसान कहीं से आकर उस गांव में बस गया. ആ സമയത്തായിരുന്നു നേക്കിരാം പറഞ്ഞ വേറൊരു ഫാർമർ അല്ലെങ്കിൽ കർഷകൻ ആ നാട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. വേ ബഹുത് നേക് और ईमानदार आदमी था. അദ്ദേഹം ഭയങ്കര മാന്യനും ഓണസ്റ്റ് പേഴ്സൺ ആയിരുന്നു. വേ सबसे नम्रता का व्यवहार करता था और सबकी यथासंभव सहायता करने के तत्पर रहता था. വേ സബ്സെ നമ്രത പറയുമ്പോൾ വിനയത്തോടെ മാത്രമേ അയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സബ്കി യഥാസംഭവ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നത്ര അയാൾ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. कुछ ही समय में सभी गांव वाले उसका आदर करने लगे और आवश्यकता पड़ने पर उससे सलाह लेने लगे. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാനും തുടങ്ങി. പിന്നെ അത്യാവശ്യമുള്ള സമയത്തൊക്കെ അദ്ദേഹത്തോട് അഡ്വൈസ് വാങ്ങാനും തുടങ്ങി. गांव वालों ने नेकीराम को सचेत करते हुए कहा, भाई नेकीराम, जितना संभव हो तुम जालिम सिंह से दूर रहना. वह बड़ा दुष्ट और झगड़ालू है. നാട്ടുകാരൊക്കെ നേക്കിരാമിൻ്റെ അടുത്ത് സച്ചേത് പറഞ്ഞു കഴിഞ്ഞാൽ അലേർട്ട് ആവാൻ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട്? ഭായ് നേക്കിരാം ജാലിം സിംഗിൻ്റെ അടുത്ത് ദൂരെ തന്നെ ഇരിക്കൂ. അയാൾ ഭയങ്കര ദുഷ്ടനും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. നേക്കിരാമിനെ ഹസ്കർ കഹ. ഇതിന് റിപ്ലൈ ആയിട്ട് നേക്കിരാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഗർ ജാലിം സിംഗിനെ മുത്സെ ഝഗഡ കിയാ തോ മൈ ഉസ്സെ ദേഖ് ലൂംഗാ. ജാലിം സിംഗിൻ്റെ അടുത്ത് വഴക്കൂടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം. यह बात जालिम सिंह के कानों तक पहुंच गई. ഈ കാര്യം ജാലിം സിംഗിന് അറിയാൻ കഴിഞ്ഞു. ക്രോധ് സെ ഉസ്കെ നഥൂനെ ഫടക്നെ ലഗെ. നഥൂനെ ഫടക്ന പറഞ്ഞാൽ ക്രോധം കൊണ്ട് അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് മൂക്കൊക്കെ ചേർക്കാൻ തുടങ്ങി. ദാന്ത് പീസ്തേ ഹുए वह बोला, इस नेकीराम को मजा ना चकाया तो मेरा नाम जालिम सिंह नहीं. ദാന്ത് പീസ്തേ പറഞ്ഞാൽ പല്ല് കടിച്ചുകൊണ്ട് ജാലിം സിംഗ് പറഞ്ഞു, ഈ നേക്കിറാമിനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പേരും ജാലിം സിംഗ് അല്ല. ബസ് ഉസി दिन से जालिम सिंह से झगड़ने के लिए वह किसी न किसी बहाने की तलाश करने लगा. ആ ദിവസം മുതൽ ജാലിം സിംഗ് എങ്ങനെയെങ്കിലും നേക്കിരാമിൻ്റെ അടുത്ത് വഴക്കൂടാനായിട്ട് അയാളെ തെരഞ്ഞുകൊണ്ടിരുന്നു. एक दिन अवसर पाकर जालिम सिंह ने नेकीराम के खेत में जाने वाली पानी की नाली തോട് दी. ഒരു ദിവസം ഒരു അവസരം കിട്ടിയപ്പോൾ ജാലിം സിംഗ് നേക്കിറാമിൻ്റെ പാടത്ത് പോണ ആ പൈപ്പ് ഉണ്ടല്ലോ അത് പൊട്ടിച്ചു. പാനി ഖേത് മേ നാ ജാക്കർ ബാഹർ ബഹനെ ലഗി. പാടത്ത് പോവാണ്ട് അത് വെളിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. നേക്കിറാം ने देखा तो चुपचाप आकर नाली बांध दी पर किसी से कुछ नहीं कहा. നേക്കിറാം അത് കണ്ടിട്ട് മിണ്ടാണ്ട് വന്ന് ആ പൊട്ടിയ ഭാഗം ഒന്ന് കെട്ടിവെച്ചു. എന്നിട്ട് ആരുടെ അടുത്തൊന്നും പറഞ്ഞില്ല. इसके बाद जालिम सिंह ने नेकीराम के खेत में अपने बैल छोड़ दिए. ഇത് കഴിഞ്ഞ് ജാലിം സിംഗ് നേക്കിറാമിൻ്റെ പാടത്ത് അദ്ദേഹത്തിൻ്റെ കാളകളെ പറഞ്ഞയച്ചു. बैल बहुत सा खेत चर गए. കാളകളൊക്കെ ആ പാടം മുഴുവൻ നശിപ്പിച്ചു. നേക്കിറാം ने उन्हें देखा तो चुपचाप अपने खेतों से बाहर हाँक दिया. നേക്കിറാം അത് കണ്ടുവന്നിട്ട് കാളകളെ പറഞ്ഞയച്ചു അല്ലെങ്കിൽ വിട്ടയച്ചു, മാറ്റി വെച്ചു.
उसने किसी से भी इसकी चर्चा नहीं की. അയാൾ ആരുടെ അടുത്തും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. इस तरह जालिम सिंह तरह तरह से नेकी राम को परेशान करता रहा. ഇത് പ്രകാരം जालिम सिंह ഓരോരോ കാരണം വെച്ച് नेकी रामനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. पर नेकी राम मौन रहकर सब सहता गया. പക്ഷെ नेकी राम ഒന്നും മിണ്ടാണ്ട് തന്നെ എല്ലാം സഹിച്ച് സമാധാനത്തോടെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരുന്നു. बरसात का मौसम आया. मഴ പെയ്യണ रेनी सीजन. ओके. जालिम सिंह एक बैलगाड़ी में अनाज भरकर दूसरे गांव से ला रहा था. जालिम सिंह बैलगाड़ी ഉണ്ടല്ലോ അതിൽ കാളവണ്ടി അതിൽ കുറച്ച് അനാജ് ധാന്യങ്ങളൊക്കെ നിറച്ചിട്ട് ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ദുർഭാഗ്യവശ് ഉസ്കി ഗാഡി ദൽദൽ മേ ഫസ് ഗയി. ദുർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ആ വണ്ടി ചെളിക്കുണ്ടിലേക്ക് മുങ്ങിപ്പോയി. जालिम सिंह के बैल दुबले और कमज़ोर थे. जालिम सिंगिൻ്റെ കാളകൾ ഭയങ്കര വീക്കായിരുന്നു, ദുർബലരായിരുന്നു. വേ ഗാഡി കോ ദൽദൽ സെ നാ ഖീൻ സക്കെ. ആ കാളകൾക്ക് ആ വണ്ടിയെ ചെളിക്കുണ്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. जब गांव में इस बात की खबर पहुंची तो गांव वाले खुश होकर बोले, इस दुष्ट जालिम सिंह को रात भर वही रहने दो. ഈ കാര്യങ്ങൾ നാട്ടിൽ ഫുൾ പരന്നു, സ്പ്രെഡായി. അപ്പോൾ നാട്ടുകാരെന്താ പറഞ്ഞത്? നാട്ടുകാർക്ക് സന്തോഷമായി. നാട്ടുകാർ പറഞ്ഞു, ആ ദുഷ്ടനായ जालिम सिंह ആ മുഴുവൻ രാത്രി അവിടെ കിടന്നോട്ടെ. खबर नेकी राम को भी मिली. उसने अपने हृष्ट पृष्ठ बैल लिए और मदद के लिए चल पड़ा. ഈ വാർത്ത നേക്കിറാമിൻ്റെ അടുത്ത് വന്നപ്പോൾ നേക്കിറാമിൻ്റെ സ്ട്രോങ് ആയ കാളകളെ കൊണ്ട് അദ്ദേഹത്തെ जालिम സിംഗിനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ലോഗോനെ ഉസ്സെ റോക്ക ഓർ കഹ. പക്ഷേ നാട്ടുകാർ അദ്ദേഹത്തെ എന്നിട്ട് പറഞ്ഞു, പോകരുത്. नेकी राम जालिम सिंह ने सबको बार बार नुकसान पहुंचाया है, फिर तुम उसकी मदद क्यों कर रहे हो? नेकी राम जालिम सिंह എല്ലാവരെയും കുറേ പ്രാവശ്യം പലതരത്തിൽ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെയും നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ സഹായിക്കാൻ പോകുന്നത്? നേക്കിറാം മുസ്കുരാക്കർ ചൽ ദിയ. പക്ഷേ ഇതിന് റിപ്ലൈ ആയിട്ട് നേക്കിറാം ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോയി. जालिम सिंह ने नेकी राम को बैल लेकर आते देखा तो वह बोला. जालिम सिंह नेकी राम കാളകൾ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ जालिम सिंह പറഞ്ഞു, തും അപ്നെ बैल लेकर लौट जाओ, मुझे तुम्हारी सहायता नहीं चाहिए. നീ നിൻ്റെ കാളകളെയും കൊണ്ടുപോയിക്കോ, എനിക്ക് നിൻ്റെ സഹായം വേണ്ട. तुम्हारे जो जी में आए कहो, पर मैं वापस जाने वाला नहीं हूँ. നേക്കിറാം ബോല. നേക്കിറാം റിപ്ലൈ എന്താ ചെയ്തേ? നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ പറയൂ, പക്ഷെ ഞാൻ എന്തായാലും തിരിച്ചു പോകുന്നില്ല. രാത് ഹോനെ വാലി ഹെ ഓർ ചോർ ഡാക്കുവോं का भी भय है. രാത്രി ആവാൻ പോകുന്നു, കള്ളന്മാരുടെ കുറേ ശല്യങ്ങളും അതിൻ്റെ പേടിയും ഉണ്ട്. मैं इस समय तुम्हारी बात नहीं मान सकता. എനിക്ക് ഈ സമയത്ത് നിങ്ങൾ പറയണതൊന്നും കേൾക്കാൻ വയ്യ. नेकीराम ने गाड़ी में अपने बैल जोत दिए और बैलों को ललकारा. നേക്കിറാം സ്വന്തം വണ്ടിയിൽ जालिम സിംഗിൻ്റെ വണ്ടി കെട്ടിവെച്ചു. എന്നിട്ട് നേക്കിറാമിൻ്റെ കാളകളെ മുമ്പോട്ട് നീങ്ങാൻ പറഞ്ഞു. बैलों ने गाड़ी को खींचकर दलदल से बाहर निकाल दिया. നേക്കിറാമിൻ്റെ കാളകൾ നല്ല സ്ട്രോങ് ആയിരുന്നല്ലോ, അത് മറ്റേ വണ്ടിയും കൊണ്ട് ചെളിക്കൊണ്ടുവന്ന് വെളിയിലേക്ക് വന്നു. जालिम सिंह की आंखें भर आई. പക്ഷേ ഈ സംഭവം കൊണ്ട് जालिम सिंगिൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. वह बोला, नेकीराम मैं अपने किए पर बहुत शर्मिंदा हूँ. आई एम अशेम्ड ऑफ माई सेल्फ. നേക്കിറാം പറഞ്ഞു, എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നുന്നു. നേക്കിറാമിൻ്റെ അടുത്ത് जालिम सिंह പറഞ്ഞു, എനിക്ക് ഈ സംഭവത്തോടെ ഭയങ്കര നാണക്കേട് തോന്നുന്നു. തുമ്നെ മേരി ബുറായി കാ ബദ്ല ഭലായി സെ ദിയാ ഹെ. നേക്കിറാമിൻ്റെ അടുത്ത് जालिम सिंह വീണ്ടും പറഞ്ഞു, നിങ്ങൾ जालिम സിംഗിൻ്റെ ദുഷ്ടത്തരങ്ങൾക്ക് നേക്കിറാം നല്ല രീതിയിലാണ് റിപ്ലൈ കൊടുത്തത്, അതായത് നല്ല വഴി കൂടെയാണ് റിപ്ലൈ കൊടുത്തത്. ഇസേ മേ കബി നഹി ഭൂലൂങ്ക. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ദോനോ ഏക് ദൂസരെ സെ ഗലെ മിലെ और गाँव की और चल दिए. ഈ സന്തോഷത്തോടെ രണ്ടാളും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയി.